വദ്കുർ ഫിൽ കിതാബി മറിയം. സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ തങ്ങൾ മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ റസൂലേ. മറിയം ബീവി ആരാണെന്നുള്ളത് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കും. മറിയം ബീവി ആരാണ്? ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയ. തന്റെ നാട്ടിൽ നിന്ന് പട്ടണത്തിൽ അല്പം ദൂരെയായി പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്തൊരു ചെറിയ മഠമുണ്ടാക്കി, റൂമുണ്ടാക്കി, അതിനുള്ളിൽ ഒറ്റപ്പെട്ടുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഫത്തഖദത് മിൻ ദൂരിഹിം ഹിജാബാ. ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നവളായി ഒരു മറ സ്വരൂപിച്ചുകൊണ്ട് അതിനുള്ളിൽ ഇബാദത്തെടുത്തുകൊണ്ട് കഴിഞ്ഞവളാണ് ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടവളാണ്. ഒരു മൊബൈൽ ഫോണും ഇല്ല, ഒരു അശ്ലീലതയില്ല, അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നിലകൊള്ളുന്ന ഒരു പെണ്ണ്. അല്ലാഹ്, അവിടെയാണ് വിഷയം. ഒറ്റയ്ക്കിരുന്നിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, ദിക്റാണ്. നിസ്കാരവും ദിക്റും അല്ലാതെ വേറൊരു പരിപാടിയില്ല. അതാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ഈ പെണ്ണ് ലോകർക്ക് മാതൃകയാണ്, ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ വമറിയം ഇബ്നത ഇമ്രാൻ. ഇമ്രാനിന്റെ മകൾ മറിയം നിങ്ങൾക്ക് ലോകർക്ക് മുഴുവനും വലിയ ഉദാഹരണമാണ്. അങ്ങനെ ഒരു മടം കിട്ടി അവർ ജനങ്ങൾക്ക് മുന്നാകെ മറഞ്ഞു നിന്ന് അവിടെ ജീവിച്ചു പോകുമ്പോ ഒരാൾ വരികയാണ്. ഖുർആൻ പറയും, ശരിക്കും ശ്രദ്ധിക്കണേ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരാൾ അവിടെ വന്നു. ആരുമില്ല, നമ്മൾ അങ്ങനെ ഒരു ലോക്ക്ഡൌണിൽ പെട്ടിരിക്കണം. ഒറ്റയ്ക്ക് ഒരാളെ കണ്ടു കിട്ടിയ എന്താ ചെയ്യുന്നത്? ആരെ കിട്ടണ്ട, അല്ലാതെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരാൻ കാത്തിരിക്കുക പെണ്ണുങ്ങൾ. ഒരാളും കൂടെ വന്ന് അവനെ പിന്നെ ചകഞ്ഞ് അവനെ നശിപ്പിച്ചിട്ടേ വിട്ടു, അങ്ങോട്ട് കയറി കൊത്തും. അവനെ കൊത്താൻ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളെ. ഇതിവിടെ എന്താണ്? ഇങ്ങോട്ടൊരുത്തം വരികയാണ്, നല്ല മനുഷ്യന്റെ രൂപത്തിൽ ഒരുത്തം വന്നപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം മാറി. മറിയം ബീവി പറയുന്ന ഡയലോഗ് ഖുർആൻ പറയാ, ഞാൻ എന്റെ വാക്കല്ല. അതുകൊണ്ടാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്, ഇത് ഈ സംഭവം ലോകർക്ക് പറഞ്ഞു കൊടുക്കാൻ. വദ്കുർ, ഇത് പറഞ്ഞു കൊടുക്ക്, ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്ക്, ഈ സമുദായം അറിയട്ടെ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അശ്ലീലമാക്കപ്പെട്ട ലോകത്തേക്ക് കണ്ണും കാതും ശരീരവും തിരിക്കുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർക്ക് മാതൃകയാണ് ഈ പെണ്ണ്. ഈ പെണ്ണിനെ പറ്റി ഈ സമൂഹത്തെ ഉത്ഭുതരാക്കി നബിയെ, ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക റസൂലേ. അതിനുവേണ്ടിയാണ് സൂറത്തു മറിയമിലൂടെ അല്ലാഹു മറിയം ബീവിയുടെ ചരിത്രം ഈ ലോകത്തിന് പഠന വിധേയമാക്കുന്നത്. فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തെടുക്കുന്ന റൂമിനുള്ളിലേക്ക് ഒരു മനുഷ്യനിതാ കടന്നു വരുകയാണ്. മലക്കാണ് വരുന്നത്, മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വരുന്നത്. ഖാലത്, ഉടനെ തന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ യഥാർത്ഥ മുത്തഖിയാണ് എങ്കിൽ, നീ യഥാർത്ഥ പടച്ചറപ്പിനെ പേടിക്കുന്നവനാണ് എങ്കിൽ പുറകോട്ട് പോകണേ. നീ ഒന്ന് ഇറങ്ങണേ. അള്ളാഹുവിനോട് നിന്നെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടവളാണ്. പടച്ചറപ്പിനെ ഇബാദത്തെടുത്തുകൊണ്ട് നിലകൊള്ളവേ, അതിന് തടസ്സമായി നീ എന്തിനു വന്നു? അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ യഥാർത്ഥ മുത്തഖിയാണ് എങ്കിൽ പുറകോട്ട് പോകണേ. മറിയം ബീവി റളിയല്ലാഹു അൻഹ അന്യരാകുന്ന പുരുഷനെ റൂമിനുള്ള കണ്ടപ്പോ പുറത്തു പോകാൻ ആവശ്യപ്പെടുകയാണ്. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമൻ സകിയാ. ഇന്നമാ അന
റസൂലു റബ്ബുകി ലിഅഹബ ലകി ഗുലാമൻ സകിയാ. മറിയമേ മറിയമേ, നീ ഭയക്കേണ്ടതില്ല, നിന്നെ അടങ്ങേറാക്കാമെന്നവനല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദൂതനായി അവനെ പറഞ്ഞേച്ചതാകുന്ന ജിബ്രീൽ എന്ന മലക്കാ ഞാൻ വന്നത് നിനക്കിതാ സുന്ദരനായ ഒരു പൊന്നുമോനെ നൽകാൻ വേണ്ടി വന്നതാണ്. قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഉടനെ പുറകോട്ട് മാറിക്കൊണ്ട് ലജ്ജയോടുകൂടി പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാവുക? എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാൻ ആരുമായി കിടപ്പറ പങ്കിട്ടിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാണ് ഞാൻ ഗർഭം ധരിക്കുക? വലം ആക്കു ബഗിയ, ഞാനൊരു വേശ്യയുമല്ല വ്യഭിചാരിയുമല്ല. ഖാല കദാലിക് ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ ولنجعله آية للناس ورحمة منا وكان أمرا مقضيا وكان أمرا مقضيا. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, കാര്യം ശരി തന്നെയാണ്, നീ ഒരു അന്യ പുരുഷനുമായി കിടപ്പറ പങ്കിട്ടിട്ടില്ല, കാര്യം ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭർത്താവില്ലാതെ, ഒരു പെണ്ണിന്റെ സായവുമില്ലാതെ, രണ്ടുപേരുടെ ബീജങ്ങൾ കൂടിക്കലരാതെ തന്നെ നിന്റെ ഉദരത്തിൽ അല്ലാഹു കുട്ടിയെ സമ്മാനിക്കാൻ പോയാണ്. വകാന അംറുല്ലാഹി ഖദറൻ മഖദൂറ. പടച്ച റബ്ബിന്റെ തീരുമാനം നടപ്പിലാകാൻ പോവുകയാണ്. അല്ലാഹു തീരുമാനിച്ചതാണ്. മറിയമേ മറിയമേ, പറഞ്ഞു തീരണ്ട താമസം ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ ഇടത് ഭാഗത്തിലെ പോക്കത്തിലൂടെ ഊതുകയാണ്. ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗത്തിൽ രേഖപ്പെടുത്തുകയാണ്, നമ്മുടെ ആത്മാവ് ജിബ്രീൽ എന്ന മാലാഖ മുഖേന നാം അവരിലേക്ക് നൽകുകയാണ്. നമ്മുടെ ആത്മാവ് അവരിലേക്ക് നാം ഊതി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അതിലൂടെ ജനിച്ച കുട്ടിക്ക് എന്ത് പേര് വേണ്ടത്? റൂഹുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റൂഹ്, അവന്റെ ആത്മാവ് ഈസാ നബി അലൈഹിസ്സലാം. ഇനി ഒരു കാലഘട്ടം കടന്നു വന്നാലും വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ കുട്ടികളെ സൃഷ്ടിക്കാമെന്ന് ലോകം വിഭാവന ചെയ്താലും അതിശയപ്പെടരുതേ, അതിശയോക്തിയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു മറിയം ബീവിയെ ഗർഭം ധരിപ്പിക്കുകയാണ്. അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ നൽകുകയാണ്. അല്ലാഹ് فحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. അല്ലാഹുവേ, കുട്ടിയതാ ഗർഭം ധരിച്ചു, മാസങ്ങൾ കഴിഞ്ഞു. പ്രസവിക്കാൻ അടുത്ത സന്ദർഭം വേദന കൊണ്ട് പൊളയുകയാണ്, വേദനിക്കുകയാണ്. സാധാരണ പ്രസവം അല്ലാഹു നടത്തുകയാണ്. അതിന്റെ മാർഗങ്ങളും ഖുർആൻ പറയുന്നുണ്ട്. തൊട്ടടുത്തുള്ളതാകുന്ന ഈന്തപ്പനയിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു. ഒരു മലയുടെ മുകൾ ഭാഗത്ത്, ഒരു താഴ്ഭാഗത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമാകുന്ന അരുവി കൊടുത്തു. തഹ്തക്കി സരിയ, നല്ലൊരു അരുവി, ആവശ്യത്തിന് വെള്ളം കുടിക്കാനായിട്ട്. പറഞ്ഞത് ആ മല ഒരല്പം ചവിട്ടിയും കൂടി കയറിക്കുക മറിയമേ. ഹുസി ഇലൈകി ബിജിദ്ഇൻ നഖലത്തി തുസാഖിത അലൈകി റുതബൻ ജനിയ. അവിടെ കയറിയിട്ട് എന്ത് ചെയ്താ? ആ ഈന്തപ്പനെ പിടിച്ചിട്ട് ശരിക്കും കുലുക്ക്. ഹുസി ഇലൈകി, നിന്നിലേക്ക് കുലുക്ക്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കുലുക്ക്.
അങ്ങോട്ടല്ല. എന്തിന്? പ്രസവം എളുപ്പമാകാനുള്ള പണി പഠിച്ചോ നടത്തുക. സ്വല്പം മലയുടെ മുകളിലോട്ട് അങ്ങോട്ട് നടത്തി ആ മരത്തെ പിടിച്ചിട്ട്, ഈന്തപ്പന മരത്തിൽ പിടിച്ചിട്ട് ശരിക്കും കുലുക്കാൻ പറഞ്ഞു. ഹുസി ഇലൈക്കി, നിന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കുലുക്ക്. ഖുർആന്റെ ഒരു ശൈലി നോക്ക്. ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കണം. സാധാരണ മരം കുലുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയിട്ടല്ലേ കുലുക്കണം. അല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കുലുക്കുക. ആ ഈന്തപ്പന മടലിൽ പിടിച്ചിട്ട് അങ്ങനെ കുലുക്ക്. തുസാഖിത അലൈക റുതബൻ ജനിയ, നല്ല ഈന്തപ്പഴം നിനക്ക് അതിൽ നിന്ന് കിട്ടും. അത് കഴിച്ച് ആഹത്തായിട്ട് നിലകൊണ്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം താഴെ പോയി അതിൽ കുടിക്കുക, അരുവിയിൽ നിന്ന് കുടിക്കും. താഴെ നല്ല അരുവി അള്ളാഹു സമ്മാനിച്ചു. ഈ മലയുടെ ഒരല്പം മുകളിലായിട്ട് നല്ല ഈന്തപ്പഴം അള്ളാഹ് ആവശ്യത്തിന്. ഇപ്പം നല്ല പ്രോട്ടീനുള്ള സാധനം വേണം ആ സമയത്ത് കഴിക്കാൻ. ഉഴുമന്തിയും കിഴിപൊറോട്ടയൊക്കെ കഴിച്ച് നെഹദി മന്തി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് എല്ലാം വലിച്ച് കഴിച്ച് അവസാനം വയറെല്ലാം കൂടെ വീർത്ത് ഹലാക്ക്, പ്രസവം നടക്കുന്നില്ല. എന്നിട്ട് ഫുള്ളിങ്ങനെ നടക്കുക, മരുന്നും വെച്ചിട്ട് 3 ദിവസമായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. വ്യാപാരം തവാഫ് ചെയ്യുന്ന പോലെ 7 തവാഫും കഴിഞ്ഞ് 8ഉം കഴിഞ്ഞ്. എന്നിട്ട് പിന്നെ ഉസ്താദ്മാരെ വിളിക്കും, ഉസ്താദേ വേദനയുടെ മരുന്ന് വെച്ചിട്ട് ഇതുവരെ ഒന്നും നടക്കുന്നില്ല ഉസ്താദേ. ഒന്നാമത്തെ കാര്യം, ഹോസ്പിറ്റലിൻ്റെ അധികാരി ഏറ്റവും വലിയ പ്രശ്നമാണ്. കീറി മുറിക്കാൻ വേണ്ടി തന്നെ 10 ദിവസം മുമ്പേ ഡേറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ 3 ദിവസം നടത്തിക്കും. എന്നാലും 7 ദിവസം ഇനിയും ബാക്കിയുണ്ട് പ്രസവത്തിൻ്റെ സമയത്ത്. മിക്ക ഹോസ്പിറ്റലുകാരുടെ തരികടയാണ്. കാരണം 20,000 വാങ്ങുന്നിടത്തുനിന്ന് 50,000 70,000 വാങ്ങണമെങ്കിൽ ഒന്ന് കീറി വിടണം. യാ അല്ലാഹ്. അങ്ങനെ 3 വട്ടം കീറിയ ഖലാസ്, പിന്നെ പ്രസവം ഇല്ല, എല്ലാം കഴിഞ്ഞു. ഇടവും വലവും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കീറി വിട്ട് പറയുമ്പോൾ എല്ലാം തുറന്നു പറയണം. അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ പറയുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുള്ള തരികട കാണിക്കുന്നവർക്ക് അതിൻ്റെതായ ശിക്ഷ. ദുന്യാവല്ലേ, ഇവിടെ ഇങ്ങനെ പൈസ മുരുങ്ങിക്കോ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ അതിൻ്റെ ഹിസാബ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനെന്ത് വേണം? പ്രസവം എളുപ്പമാകാൻ വേണ്ടി ആദ്യം നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ട് കഴിച്ച് പിന്നീട് വന്ന പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം. അതാണ് ഈന്തപ്പഴം. ഉണ്ടാ ലാസ്റ്റ് എത്തിയപ്പോൾ അവരോട് പറഞ്ഞത് എന്താ? ഈന്തപ്പഴം കഴിക്കാം മറിയം ബീവിയോട്. നമ്മൾ മറ്റേ കുങ്കുമപ്പൂ കലക്കിയിട്ട് റാഹത്തായിട്ട് കുലുക്കി 3 നേരം കുടിച്ചുകൊണ്ടിരിക്കുക. കുലുക്ക് സർബത്ത് കൊച്ചിനെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കണം, അതാ ഉദ്ദേശം. അനിയൻ്റെ കൊച്ചിന് ഇച്ചിരി വെളുപ്പുണ്ട്, അതിനേക്കാൾ വെളുപ്പ് നമ്മുടെ കുഞ്ഞിനെ കിട്ടണം. കുങ്കുമപ്പൂ കലക്കി കുലുക്കി സർബത്തിനകത്ത് കുടിക്കുക. അത് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലും വെളുത്ത് കിട്ടിയാൽ മതി. ഇതല്ലേ ഇപ്പം സമൂഹത്തിൽ നടക്കുന്നത്. പെണ്ണുങ്ങൾ വെളിയിലിറങ്ങി മുറ്റം നല്ലപോലെ അടിപൊളിയായിട്ട് നല്ലപോലെ മുറ്റം തൂക്കട്ടെ. ഗർഭിണികളെ ആരെയും പറഞ്ഞത് മുറ്റം തൂക്കണം, വീട്ടിൽ നല്ലപോലെ പാത്രം കഴുകണം, നിലം തുടയ്ക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യും. ഉസ്താദ് പറഞ്ഞായിരുന്നു മരം കുലുക്കായിരുന്നു. അടുത്ത വീട്ടിലെ തെങ്ങെല്ലാം കൂടെ വിട്ട് കുലുക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഇങ്ങനെയുള്ള പണികൾ ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ്. ഈന്തപ്പഴം തപ്പി നടക്കുക. ഈന്തപ്പന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കുലുക്കി വിടണം. അതിനുവേണ്ടി നിൽക്കണ്ട, ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്യും. വീട്ടിലുള്ള അത്യാവശ്യം പണികളൊക്കെ ചെയ്യണം. അപ്പം എന്താ? പ്രസവം എളുപ്പവും അതിനുള്ള പണികളാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, സൂറത്ത് മറിയം. അതുകൊണ്ടാണ് ഒരു പെണ്ണ് എന്ത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞത്. 2 സൂക്തങ്ങൾ, ഒന്ന് സൂറത്ത് നൂറും മറ്റൊന്ന് സൂറത്ത് മറിയമോ. രണ്ടും പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മരുന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. നാട് മുഴുവൻ കറങ്ങി വന്നിട്ട് ഇത് തീരുന്നില്ല. നിൽക്കട്ടെ, അതിന് വേറൊരു വിഷയമാണ്. ഇവിടെ ശ്രദ്ധിക്കുക. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ പ്രസവം എളുപ്പമാക്കാനുള്ള എല്ലാ പണിയും അള്ളാഹു പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, റാഹത്തായിട്ട് പ്രസവിച്ചു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം. ഞാൻ നിർത്തുകയാണ് വിഷയത്തിന്റെ കാതലായ ഭാഗം. എന്താ തീരാൻ പോവാൻ. ഈ മകനും ഉമ്മായും കൂടി ഇബാദത്തോടെ ഇബാദത്താണ്. ഉമ്മ അല്ലേ തന്നെ ഇബാദത്താണ്. മകനും ഉമ്മായും ഭയങ്കര ഇബാദത്താണ്. ഒരു ദിവസവും മുടക്കുന്നില്ല. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ, അവരുടേതാകുന്ന പ്രിയപ്പെട്ട മകൻ ഈസാ നബി അലൈഹിസ്സലാം. മുടക്കമില്ല, അങ്ങനെ തന്നെ റബ്ബിലേക്ക് അടുക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് നമ്മളെപ്പോലെ 100 വയസ്സൊന്നുമല്ല ആയുസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നീട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് ആയുസ്. ലബനാനിന്റെ വലിയൊരു പർവ്വത മുകളിൽ പോയി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തെടുത്തു. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കൊഴിഞ്ഞുപോയി. അവർക്ക് കഴിക്കാനുള്ളതാകുന്ന കായ്കനികൾ, ആ മലമുകളിൽ എവിടെയെങ്കിലും ഉള്ളതാകുന്ന ചെറിയ കായ്കനികൾ ഉണ്ട് എങ്കിൽ അത് പറിച്ചു കൊണ്ടുവരും. വലിയ വലിയ മലകളുടെ മുകളിൽ ന്യായമായിട്ട് കായ്കനികൾ ഉണ്ടാവും, ഫലവർഗ്ഗങ്ങൾ ഉണ്ടാവും. അത് പറിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കും ഈസാ നബി അലൈഹിസ്സലാം ഉമ്മാക്കും. ഡെയിലി അങ്ങനെ തന്നെ. ഒരിക്കൽ എല്ലാ കായ്കനികളും തീർന്നു എന്ന് മനസ്സിലാക്കിയതാകുന്ന ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനിനി താഴെ പോയിട്ട് അല്പം നല്ല പുല്ല് പറിച്ചുകൊണ്ട് വരാം. നല്ല പുല്ല്
വേറൊന്നുമില്ല, വേറൊന്നും കഴിക്കാനായിട്ടൊന്നുമില്ല. റബ്ബിന്റെ തീരുമാനത്തിനനുസരിച്ച് ജീവിച്ചു പോവാൻ. ശരി മോനെ, പോയിട്ട് വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടതാകുന്ന മകൻ ഇറങ്ങി ഒരല്പം ചുവട് വെച്ചങ്ങോട്ട് പോയിട്ടുള്ളൂ. കണ്ണിൽ നിന്ന് മറഞ്ഞതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. അസ്റായീൽ അലൈഹിസ്സലാം തിരിച്ചു വരൂ. വന്നിട്ട് പറഞ്ഞു, ആരാണ് നീ എന്ന് ചോദിച്ചപ്പോ മഹദി അവറുകളോട് പറഞ്ഞത്, അന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അനല്ലദീ ലാ അർഹമു الصغير لصغره ولا أكرم لكبره. ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളാണെന്നുള്ള പരിഗണന ഞാൻ കൊടുക്കാറില്ല. വലിയവർക്ക് വലിയവനാണെന്നുള്ള ബഹുമാനമോ ഞാൻ വെച്ചു മാറാറില്ല. ഞാൻ മലക്കുൽ മൗത്താണ്, അസ്റായീൽ അലൈഹിസ്സലാമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അറിയും ബീവി അല്ല എൻ്റെ ചരിത്രം. പിന്നെന്താ? റൂഹ് പിടിക്കുക എന്നുള്ളതാണ്, പരലോകം. അതാണ് എൻ്റെ വിഷയം. ഞാൻ അതിലേക്ക് തിരിച്ചു വരുന്നു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ടതാകുന്ന അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, മറിയമേ മറിയമേ, ഞാൻ മലക്കുൽ മൗത്താണ്, മലക്കുൽ മൗത്താണ്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പേടിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ, അസായിറൻ അംത അം ഖാബിള, എന്നെ റൂഹ് പിടിക്കാനാണോ അതല്ല വെറുതെ സന്ദർശിച്ച് മടങ്ങാനാണോ കടന്നു വന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഞാൻ വന്നത് നിന്റെ ആത്മാവിനെ പിടിക്കാനാണ്. ഒരുങ്ങിക്കോ മറിയമേ മറിയമേ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ തിരിച്ചു വരും. അവൻ ഇപ്പോൾ പോയിട്ടേയുള്ളൂ, ഈ മലഞ്ചെരുവിലേക്ക് പോയതേയുള്ളൂ. അവൻ പ്രവാചകനാണ്, റൂഹുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പരിഗണിക്കണേ, എന്റേതാകുന്ന ഇബാദത്തുകൾ വെച്ചുകൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണേ. എനിക്കൊരല്പസമയം ഒന്ന് പിന്തിക്കാൻ, ആത്മാവിനെ ഒന്ന് പിന്തിക്കാനുള്ളതായ അവസരം നൽകണേ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇല്ല മറിയമേ, ഇല്ല മറിയമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്ന ആജ്ഞ എന്തെന്നറിയുമോ? നീ നിൽക്കുന്നതായ നിൽപ്പിൽ നിന്ന് നിന്നെ മുന്നോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ പിറകിലോട്ടോ ചലിക്കാൻ നിനക്ക് അനുവാദം നൽകരുത്. മറിയം ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതു നിലയിലാണോ നിലകൊള്ളുന്നത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ പിടിക്കണം. അത് നിർബന്ധമാണ്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന് വർത്തമാനം കേട്ടുകൊണ്ട് വിറയ്ക്കുകയാണ് മറിയം ബീവി. പഠിച്ചു വെക്കണേ, പറമ്പൂരിലുള്ള മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, മരണം ഒരാൾക്കും ഒഴിവാകുകയില്ല, ഒരു വ്യക്തിക്കും ഒഴിവാകുകയില്ല. സെക്കൻഡ് ബൈ സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ പിടിക്കുന്നതാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മനുഷ്യ നിന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുന്ന സമയമെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ അല്ലാഹു ചെയ്യുകയില്ല. ജീവിതം മുഴുവനും, ജനിച്ച സമയം മുഴുവനും പടച്ചറപ്പിന് വേണ്ടി നിലകൊണ്ടതാകുന്ന ബീവി മറിയം, നമസ്കാരങ്ങൾ ചിട്ടവച്ചതാകുന്ന മറിയം, പാപങ്ങളുടെ കണ്ണീരൊപ്പിയ മറിയം, നിരാലംബര കവലംബമായ മറിയം, ജീവിതം മുഴുവനും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അഹ്സനത ഫർജഹാ ومريم ابنة عمران التي أحسنت فرجها.
സ്വന്തം ഗുഹ്യത്തെ പരപുരുഷന്മാർക്ക് കാഴ്ചവെക്കാതെ കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും സദാസമയം പടച്ച റബ്ബിലേക്ക് തിരിച്ചതാകുന്ന മറിയം, ഒരു കണ്ണുകൊണ്ട് പോലും ഹറാമ് കാണാത്തതാകുന്ന മറിയം, കാതുകൊണ്ട് ഹറാമ് കേൾക്കാതെ നിലകൊണ്ട മറിയം, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കാൻ നിലകൊണ്ടതായ മറിയം, ഹൃദയം കൊണ്ട് ഹറാമിലേക്ക് ചിന്തിക്കാത്തതാകുന്ന മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ മുഖത്തിൽ നിന്ന് ഒരൽപ്പം പോലും പിന്തിക്കൽ നൽകുന്നില്ല. ജീവിതത്തിൽ കള്ളു കുടിച്ചവരെ, വ്യഭിചരിച്ചവരെ, സിനിമ കണ്ടവരെ, സീരിയൽ ദർശിച്ചവരെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാപ്പകലുകളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം ഭർത്താവ് അറബിയുടെ അടുക്കൽ മോശപ്പെട്ട രീതിയിൽ ജീവിതം നയിക്കുന്നതാകുന്ന പാവപ്പെട്ടവർ, തന്റെ കുടുംബത്തിന് വേണ്ടി തനിക്ക് വേണ്ടി അന്നം തേടാൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്താൻ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നതായ പെങ്ങളെ, സ്വന്തം വാപ്പ പ്രവാസ ലോകത്ത് നിന്ന് ചൂടുന്നതാകുന്ന മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നമോൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ എന്ന് കരുതി മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തതാകുന്ന മൊബൈൽ ഫോണിലൂടെ വാപ്പയറിയാതെ വീട്ടിൽ തൊട്ടപ്പുറത്ത് റൂമിൽ കിടക്കുന്ന ഉമ്മയറിയാതെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്താൻ രാത്രിയിൽ വാപ്പ വാങ്ങിച്ച മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്നതായ പെങ്ങളെ, മോശപ്പെട്ട രീതിയിൽ അവനുമായി കവഞ്ചിട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, ഫോട്ടോകൾ അയച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന സഹോദരി, സ്വന്തം ശരീരത്തിന്റെ മുഖകമലവും സ്വന്തം ശരീരത്തിന്റെ മാറിടങ്ങളും സ്വന്തം ശരീരത്തിന്റെ നഗ്നമാക്കപ്പെട്ടതാകുന്ന ഭാഗങ്ങളും പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ജീവിതം നയിക്കുന്ന പെങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മഹദി അവരുടെ ആത്മാവിനെ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അസറായിൽ അലൈഹിസ്സലാം ആത്മാവിനെ പിടിക്കുകയാണ്. വലതുകാലിന്റെ തള്ളവരലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. മഹദിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഓർമ്മയാവുകയാണ്, വഫാത്താവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ നിന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. ആത്മാവിനെ വേർപെടുത്തുകയാണ്. അതാ വൈകുന്നേര സമയമായപ്പോ, മഗ്രിബിന്റെ സമയമായപ്പോ ഈസാ നബി അലൈഹിസ്സലാം കയറി വരുകയാണ്. ഒരൽപ്പം വാറ്റുപുല്ല് കിട്ടിയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നോമ്പ് തുറക്കണ്ടേ, നോമ്പ് തുറക്കാനുള്ള സമയമായി. ഉമ്മയെ വിളിക്കുകയാണ് ഈസാ നബി. ഉമ്മ എഴുന്നേൽക്കും, ഉമ്മ. ശബ്ദം താഴ്ത്തി വിളിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും നോമ്പ് തുറന്നിട്ടുണ്ട്, നമുക്ക് നോമ്പ് തുറക്കണ്ടേ ഉമ്മ. ഉമ്മ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയതാകുന്ന ഈസാ നബി നിസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുകയാണ്. സ്വന്തം ഉമ്മയോടുള്ളതാകുന്ന അനുരാഗമാണ് ഒരു മകനിലൂടെ കാണുന്നത്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മലപ്പുറത്തിന്റെ മക്കളെ പഠിക്കണേ. സ്വന്തം ഉമ്മ ആഹരിക്കുന്നതിന് മുമ്പ് കഴിക്കാതെ, സ്വന്തം ഉമ്മ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് തുറക്കാതെ ഞാനും നോമ്പ് തുറക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായി കിടക്കുകയാണ്. അല്പനേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോ ഉമ്മ ഉറക്കിലാണ്. അല്പം കൂടി ശബ്ദത്തിൽ വിളിച്ചു, ഉമ്മ. ജനങ്ങൾ നോമ്പ് തുറന്നുപോയി. രാത്രിയാകുകയാണ്. വല്ലാതെ ഇരുട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ത് പറ്റി ഉമ്മ? എഴുന്നേൽക്കും ഉമ്മ എന്ന് പറയുമ്പോഴും മഹാനവറുകൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഉമ്മ നല്ല ക്ഷീണത്തിലാണ്. പ്രായമേറെയുള്ള ഉമ്മ ഉറങ്ങട്ടെ. മഹാനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും അതാ നിസ്കാരത്തിന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വീണ്ടും മണിക്കൂറുകൾ കഴിയുകയാണ്. വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഉമ്മയെ രോദനത്തോടുകൂടി, വല്ലാത്ത വിഷമത്തോടുകൂടി വിളിക്കുകയാണ്. ഉമ്മ, വിശന്ന് കിടക്കല്ല ഉമ്മ, ആഹാരം കഴിക്കണേ ഉമ്മ. പാതിരാത്രി സമയമായി. ലോകം മുഴുവനും ഉറക്കിലേക്ക് പോയി. നമുക്ക് നിസ്കരിക്കണ്ടേ ഉമ്മ. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണ്ടേ ഉമ്മ. മകന്റെ വിളിയാണ് കേൾക്കാൻ
കേൾക്കാൻ ഉമ്മയില്ല, കേൾക്കാൻ ഉമ്മയില്ല. ഒരു പക്ഷെ കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി കൊടുക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകുന്നില്ല. മറിയം ഈ വഫാത്തായിരിക്കുകയാണ്. കഥയറിയാതെ മഹാനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വിഷമത്തോടുകൂടി വീണ്ടും നിസ്കരിക്കാൻ നിൽക്കുകയാണ്. സുബഹിയോടടുത്ത സമയമായപ്പോ, നേരം പുലരുന്നത് കണ്ടപ്പോ മഹാനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും വന്നുകൊണ്ട് അല്പം ശബ്ദത്തിൽ തന്റെ കവള് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഉമ്മയുടെ കവളത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്, ഉമ്മ. ജനങ്ങൾ മുഴുവനും നേരം വെളുത്തുകൊണ്ടവർ എഴുന്നേൽക്കൂ, നമുക്ക് നോമ്പ് നോൽക്കണ്ട ഉമ്മ. നേരമിതാ പരക്കെ വെളുക്കുകയാണ്, വെളുക്കുകയാണ്. ആകാശ സീമകൾ മുഴുവനും പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഈ രംഗം കണ്ടുകൊണ്ട് ആകാശത്തുള്ള മലക്കുകൾ കരയുകയാണ്, കരയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിച്ചു, മലക്കുകളെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് മലക്കുകളെ? മലക്കുകൾ പറഞ്ഞു, അല്ലാഹ് നിനക്കറിയാമല്ലോ റബ്ബേ, നിന്റെ അടിമ എത്രത്തോളം വ്യസനിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി മലക്കുകൾ മുഖേന അശരീരി മുഴക്കുകയാ, യാ റൂഹല്ലാഹ് യാ ഈസാ ഖദ് മാതത് ഉമ്മുക. ഈസാ നബിയെ, പ്രവാചകരെ, അല്ലാഹുവിന്റെ ആത്മാവേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഇതാ വിട പറഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പൊട്ടിക്കരയുകയാണ്, കരയുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോ മഹാനവറുകൾ ഇറങ്ങുകയാണ്, ഇറങ്ങുകയാ. ലബനാനിന്റെ തെരുവിലേക്ക് ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കഫം നടക്കാനുള്ളതാകുന്ന ജനാസ സംസ്കാരണത്തിന് വേണ്ടി ജനങ്ങളോട് സഹായം തേടുകയാണ്. ജനങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, 300 വർഷമായിട്ട് ഒരു മനുഷ്യർ പോലും കയറാത്തതാകുന്ന ആ മലമുകളിൽ ഒരുപാട് വിഷസർപ്പങ്ങളുണ്ട്, അവിടെ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ്, ഞങ്ങൾ വരില്ല എന്ന് ഇസ്രായേലി ജനത തള്ളി പറഞ്ഞപ്പോൾ ദുഃഖത്തോടുകൂടി തിരിച്ചു നടക്കുകയാണ്, നടക്കുകയാണ്. അപ്പോഴാണ് രണ്ട് പുരുഷ സ്വരത്തില്, പുരുഷ രൂപത്തില് രണ്ട് മലക്കുകളെ കാണുകയാണ്. ആരാണ് നിങ്ങൾ? എന്റെ ഉമ്മയെ അടക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോ മലക്കുകളാകുന്ന ആ രണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ്, ഞാൻ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്റെ കൂടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് തന്നെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഈ ലബനാനിന്റെ മണ്ണിൽ ഒരു മനുഷ്യരും വരേണ്ടതില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ തുറക്കുന്ന പണി എനിക്കാണ്, എനിക്കാണ്. പഠിച്ചു വെക്കണേ, ചരിത്രമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഖബർ കുഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ലബനാനിന്റെ മണ്ണില് ആ മലയുടെ ചുവട്ടില് മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഖബർ തുറക്കുകയാ. ആ നാട്ടിലുള്ളതാകുന്ന സർവരും എല്ലാവരും ശബ്ദമടക്കി നിലകൊള്ളുകയാണ്. ഒരാൾ പോലും കാണുന്നില്ല, സർവരും ഞെട്ടിത്തെറിക്കുന്ന രംഗമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഖബർ കുഴിക്കുകയാ. ഹൂറുല്ലീങ്ങൾ, സ്വർഗീയ സ്ത്രീകൾ വന്നുകൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുകയാണ്, കുളിപ്പിക്കുകയാ. കഫൻ ചെയ്യുകയാണ്, കഫൻ ചെയ്യുകയാണ്. ഫസല്ലൂ. ഈസാ നബി അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി തന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന മറിയം ബീവിയെ മയ്യത്ത് നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുകയാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഖബറിൽ ഇറക്കി വെച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്, അല്ലാഹ്, എനിക്കെന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവസാന സമയം എനിക്ക് കിട്ടിയില്ല അല്ലാഹ്. അവർ വഫാത്താകുന്ന നേരം ഞാൻ അവരുടെ ചാരത്തില്ലായിരുന്നു റബ്ബേ. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് എഴുന്നേൽക്കാറ്, ഒരുമിച്ചാണ് നിസ്കരിക്കാറ്, ഒരുമിച്ചാണ് ഇബാദത്ത് എടുക്കാറ്, ഒരുമിച്ചാണ് ആഹരിക്കാറ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരുന്നു. പക്ഷേ അവസാനം അവരുടെ ആഖിബത്തിന്റെ സമയം, അവരുടെ അന്ത്യത്തിന്റെ സമയം എനിക്ക് ആ അവസരം കിട്ടിയില്ല റബ്ബേ.
അതുകൊണ്ട് ഞാൻ മനുഷ്യവരെ ജീവിപ്പിക്കുന്നവരാണ്. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശേഷി എനിക്ക് നീ നൽകിയിട്ടുണ്ട് റബ്ബേ. അത് മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ഉമ്മയോട് ഒന്ന് സംസാരിക്കാനുള്ള അവസരം നീ എനിക്ക് നൽകുമോ അല്ലാഹ്? വഉഹീൽ മൗതാ ബിഇذനില്ലാഹ്. പടച്ച റബ്ബിന് വേണ്ടുകയോടുകൂടി മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ജീവനിടുകയാണ്. മറിയം ബീവിയോട്, ഉമ്മയോട് മകൻ ചോദിക്കുകയാണ്, ഉമ്മ എങ്ങനെയുണ്ട് ഉമ്മ ഖബറിലെ ജീവിതം? ഉമ്മ പറയുകയാണ്, വല്ലാത്ത റാഹത്താണ് പൊന്നുമോനെ. ഖദ് ഗഫറല്ലാഹു ലീ, അല്ലാഹ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട് പൊന്നുമോനെ. സ്വർഗീയ കവാടങ്ങളാണ് എന്റെ ഖബറിലേക്ക് തുറന്നു തന്നിരിക്കുന്നത്. ഞാൻ ദുനിയാവിലെ പോലെ തന്നെ ഖബറിൽ കടന്നുകൊണ്ടും സ്വർഗത്തിൻ്റെതാകുന്ന കായ്കനികൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മകൻ രണ്ടാമതായി ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഉമ്മ. മരണം എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ? മരണം എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹ് 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 അല്ലാഹ്. മരണം വല്ലാത്ത പ്രയാസമായിരുന്നു പൊന്നുമോനെ. ആ മരണത്തിന്റെ വേദന എനിക്കിപ്പോഴും എന്റെ തൊണ്ടയിൽ കെട്ടി നിൽപ്പുണ്ട് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹാ മരിച്ച ഖബറിൽ ചേർന്ന് സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുമ്പോഴും മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ആ മരണത്തിന്റെ വേദന എനിക്കിപ്പോഴും എന്റെ തൊണ്ടയിൽ കിട്ടുന്നുണ്ട് മകനേ. ബീവി മറിയം റളിയല്ലാഹു അൻഹാ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പറമ്പൂരിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പഠിക്കണേ. മോശപ്പെട്ട തലത്തിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ. കാരണം മരണം നമുക്ക് സുനിശ്ചിതമാണ്. എത്ര വലിയ വക്താക്കളായിരുന്നാലും, അമ്പിയാക്കളായിരുന്നാലും, ഔലിയാക്കളായിരുന്നാലും, മഹത്തുക്കളായിരുന്നാലും, മഹിളകളായിരുന്നാലും, മോമിനീങ്ങൾക്ക് ഏറ്റവും വലിയ ഉപമയായി പഠിപ്പിച്ചതാകുന്ന, ശരീരം പരിപൂർണമായി സംശുദ്ധത പുലർത്തിയതാകുന്ന, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ചിന്ത വെക്കാതെ ഒരു അന്യപുരുഷൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇറങ്ങിപ്പോകടാ, ഞാൻ റബ്ബിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യർക്കും മാതൃക കാണിച്ചതാകുന്ന ബീവി മറിയം റളിയല്ലാഹു അൻഹാ അവരുടെ വഫാത്ത് പോലും ഈ രീതിയിലായിരുന്നുവെങ്കിൽ പഠിച്ചു വെക്കണേ സഹോദര സഹോദരി, പരലോകം സുനിശ്ചിതമാണ്, സുനിശ്ചിതമാണ്. ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവണേ, തയ്യാറാവണേ. ആദരവായ പ്രവാചകരോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ അഖിയ സുന്നാസി യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തുകയും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ ബുദ്ധിമാൻ അവനാണ്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ.